Disco trolls. Let's go. Whitey trolls. ബാബു കം ബാക്ക്. ഈ വീഡിയോ നമുക്ക് വേണേ സ്കിപ്പ് ചെയ്ത് കളയാം. ഈ വീഡിയോ അത് റിബലിനെ കണ്ടോണ്ടല്ല ഞാൻ പറയണത്. ഈ വീഡിയോ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇത് കണ്ടായിരുന്നു. ഇതിന്റെ കമന്റ് സെക്ഷനുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇത് വേണം നമുക്ക് കഴിവുണ്ടോ? ഹലോ കഴിവുണ്ടോ? ചന്തി ബ്രെയിൻ ഉള്ളവനാണ് വന്നത്. ഹലോ നീ ബ്രെയിൻ എടുത്ത് പറയല്ലേ. ബാബു കം ബാക്ക് അടിച്ചിട്ട് കാര്യം സ്ലോട്ടില്ല. ബാബുവിന്റെ ജീവിയിലെ സ്ലോട്ടൊന്നും വേണ്ട, മനസ്സിലായോ? ബാബുവിന്റെ സ്ലോട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ആ നിക്കറിട്ട് മഞ്ഞ ടീഷർട്ട് ഇട്ട് അർത്ഥവേ ടി വി എന്നാ. പിന്നെന്തിനാ എനിക്ക് സ്ലോട്ട്? ബാബു സ്ലോട്ട് വെച്ചാ അപ്പൊ സ്ലോട്ട് അവിടെ വരും, മനസ്സിലായോ? ഓജിടാ ഓജി. ആ ഒരുത്തനുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഗ്യാങ് ഇവിടെ നിൽക്കുന്നത് പോലും. എനിക്കറിയണ ഒരു പിടുത്തവുമില്ല. ആയിട്ടുള്ള ഒരു റെസ്പെക്ട് കൊണ്ട് MRC is most തല്ലുകൊള്ളി മാത്രമാണ്. ഈ തല്ലുകൊള്ളി ഗ്യാങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്ത് 40 മിനിറ്റോളം നിന്നു. ഹൂ ഈസ് ദ തല്ലുകൊള്ളി? ഇത് മറ്റേ പെണ്ണിനെ പെങ്കൊച്ചിനെ പറ്റി അവരാതും പറഞ്ഞിട്ട് വെളിയിലിരിക്കുന്ന മറ്റേ പുണ്ടശിവൻ ഒന്നത് കാര്യത്തിൽ നമ്മളൊന്നും പറയത്തില്ല. നമ്മള് ഇപ്പം അറിയാം ഈ സാധനത്തിനകത്ത് ഇവരെ ഇൻക്ലൂഡ് ചെയ്ത് എന്തിനാണെന്ന് തന്നെ നിങ്ങൾക്ക് ഓർക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇനി എന്തായാലും മെസ്സ് അടിക്കണം, ഈ പറയണത് പോലെ ഇവരായിട്ട് വീണ്ടും ഇതാക്കണം. അത് വരാം, അതും വരാം. അല്ല, ഞാൻ ഒരു കാര്യം പറയാം ബ്രോ, ഇവനെയൊക്കെ ഒരു 15 വട്ടം ഒരു അടിച്ച് പുഴിപ്പിച്ചിട്ടുണ്ടാവും, മനസ്സിലായോ? അടിച്ച് പുഴിപ്പിച്ചിട്ടുണ്ടാവും. നീയൊക്കെ സിനിമാറ്റിക്സ് ജീവിക്കുക. ഇപ്പോഴും ഒരു വാറ് തോറ്റ വാറാണ് പറയണേ, പകരം തിരിച്ച് 15 വട്ടം അടിച്ചിട്ടുണ്ട് ഇവനെയൊക്കെ, മനസ്സിലായ? തിരിച്ച 15 വട്ടം ഈ ലിസ്റ്റിൽ കാണിക്കുന്നത്. അതാ ഈ പെണ്ണനില്ലേ, ഇവനെ നമ്മൾ തല്ലി തൂറ്റിച്ചതാണ് ഈ പെണ്ണനെ, മനസ്സിലായ? ഈ കണ്ടിയെ നമ്മൾ അടിച്ച് തൂറ്റിച്ചാണ്. ഇവൻ ഇപ്പോഴും ഈ സിനിമാറ്റിക്സ് ജീവിക്കുക. കണ്ടി നീ ആര് കളിച്ചാലും നീ എന്തായാലും ഇവിടെ കളിക്കത്തില്ല, നിന്റെ ബാൻ മാറ്റത്തും ഇല്ല. നീ അങ്ങനെ തന്നെ പുഴുത്ത് അവിടെ ഇരിക്കും, മനസ്സിലായ? നിന്റെ മെസ്സടി ഇവന്മാരുടെ ഈ വൃത്തികെട്ട ആൾക്കാർ കാരണം, ഇവ ബ്രെയിൻ ഇല്ലാത്തവർ കാരണമാണ് ഇവനൊക്കെ പുറത്തിരിക്കണത്. കണ്ടി നമ്മൾ ഇവന്മാരെ അടിച്ചിട്ടുണ്ട്, എല്ലാ അവന്മാരെ അടിച്ചിട്ടുണ്ട്. നമ്മൾ KV ആയിട്ട് ഫൈറ്റ് ഉണ്ടായ സമയത്ത് KV ആയിട്ട് സിറ്റുവേഷൻസ് എടുത്ത് തീർത്തിട്ടുണ്ട്. അല്ലാതെ KV ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യാനും. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയാം ഗൈസ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നമ്മുടെ കൂട്ടത്തിൽ ഒരു പയ്യനെ ഹോസ്റ്റേജ് കൊണ്ടുപോയി അവിടെ ഇരുത്തുന്ന സമയത്ത് ഞാൻ നേരെ പോയി എമംഗസിന്റെ പഞ്ചായത്ത് ടൂർണമെന്റ് കളിക്കാൻ പോകും. ഞാൻ അത് പോയിട്ടില്ല, മനസ്സിലായോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ പോയിട്ടില്ല. പഞ്ചായത്ത് എമംഗസിന്റെ പഞ്ചായത്ത് മേളയുണ്ട് ഈ വട്ടത്തെ കേരളത്തിൽ നിന്നുള്ള എമംഗസിന്റെ. ഞാൻ പോയിട്ടില്ല, മനസ്സിലായോ ബ്രോ? മാസൊക്കെ അടിക്കുമ്പോ അങ്ങനൊക്കെ നോക്കി മാസം അടിക്കണ്ടേ, മനസ്സിലായ? പഞ്ചായത്ത് ടൂർണമെന്റ് ഞാൻ പറഞ്ഞുതരാം. ബാക്കി ഇവരെ നമ്മൾ KV ആയിട്ടും അടിയുണ്ടായിട്ടുണ്ട്, വാറുണ്ടായിട്ടുണ്ട്, SRR ഒക്കെ കൊടുക്കേണ്ടതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാരും. പിന്നെ ഇതിനെനിക്ക് റിപ്ലൈ പോലും പറയാൻ താല്പര്യമില്ല. 20 വാറെന്തോ കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി. എനിക്ക് അറിഞ്ഞൂടെ എത്ര 10 15 ഇതിനൊന്നും എനിക്ക് റിപ്ലൈ പോലും പറയാൻ താല്പര്യമില്ല. എടാ, എന്നിട്ട് ഞാൻ പറയണ അറ്റ്ലീസ്റ്റ് ഈ തല്ലുകൊള്ളിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാണ്, നീയൊക്കെ തിരിച്ചു കൊടുത്തിട്ട് വേണം ഇങ്ങനെ മാസ് വീഡിയോ ഇറക്കാൻ. സത്യം എന്റെ പൊന്നോ, അല്ല വേണ്ട. ഞാൻ പറഞ്ഞ ദേഷ്യം വരുമെന്ന് പറഞ്ഞ സാധനമൊക്കെ ചിരിക്കുവാണ്. അവർ റേഞ്ച് ബിറ്റ് ആയിപ്പോ. മകളെ പിറ്റ് കണ്ടോ മോനാട്ട ആറൊക്കെ ശരിക്കും നിർത്തി മാറ്റിയിടണേ. ഓക്കെ, ഞാൻ നീറ്റുന്നവിടെ ഞാൻ തന്നെ നേരിട്ടാണ് വിട്ടില്ലേ. സ്റ്റിയറിംഗ് വീലിലാണോ ഓടിക്കുന്നത്, ജോയ്സ്റ്റിക്കിലാണോ ഓടിക്കുന്നത്? ഒന്ന് അടിച്ചു തരാം കൊടയൊക്കെ വേണ്ട. ഓക്കെ, സ്റ്റാർട്ട്. റെഡി അല്ലേ? നിങ്ങൾ റെഡി അടിച്ച് തുടങ്ങും. ഓക്കെ,
അപ്പൊ റൈറ്റ് പൊന്നെ Guys, ഈ F1 കളിക്കാൻ എന്ത് രസം പറയാ അതിനകത്ത്. എന്റെ പൊന്നോ, ഞാൻ F1 ഇൻസ്റ്റാൾ ചെയ്തിട്ടാ. സിജെ F1ന്റെ സ്റ്റിയറിംഗ് കൂടെ വന്നാ മതി സെറ്റ്. നോർമൽ ഓടിച്ച് നോക്കിയിട്ടും വിഷയമാണ് കിട്ടില്ലോ. കുഴപ്പമില്ല എന്റെ ഫ്രണ്ടിൽ സീജ ഉണ്ട്. സീജ ആയതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. വേറെ ആരെങ്കിലും കൊന്നേനെ ഞാൻ. ആ ഇതാരെ പറ്റി കയറണ് കണ്ടി ഉണ്ണിട്ടാ ഞാൻ ബാക്കില്. ഉണ്ണിട്ടാ ഇതിന്റെ തൊട്ട് ഫ്രണ്ടില് അപ്പുറത്ത്. അമ്മ പൈനാണ് ഏട്ടാ, അമ്മ പൈനാണ്. ഹലോ ഓണാക്കോ ഗൈസ്, ഓണാക്കോ ഓണാക്കോ. താങ്ക് യു. എന്നാലും അവരുടെ വിഷമം ആലോചിച്ച് നോക്കിയ സ്വന്തം ഗ്യാങ് ഒഴിച്ച് ബാക്കി എല്ലാ ഗ്യാങ്ങും ആ ലിസ്റ്റിലുണ്ടെന്ന്. ഇതൊക്കെ ഫാൻ പേജിൽ ഇടുന്ന അവസ്ഥയല്ലേ? അല്ല എന്റെ ഇല്ല ഫീവർ. താങ്ക് യു. എന്താ കൊറേ വീഡിയോ ഉണ്ടല്ലോ. ആ ഈ സാധനം ഈ കിക്കിന്റെ വണ്ടി കഴിച്ചത്. ഈ വണ്ടി ഇത് കണ്ടോ, ഈ വണ്ടിയെ ഓടിച്ചു നോക്കി. ഇത് നോക്കിക്കോണേ, അടുത്തൊരു വണ്ടി ഉണ്ട് കിക്കിന്റെ. ഓ ഇത് ഈ സാധനം. ഓ ഇത് വിഷയം വണ്ടി കേട്ടോ. ഇത് അടുത്ത ലൈവിൽ കളിച്ച് കാണിച്ചാറ്. പക്ഷേ ഞാൻ ഇതെന്താണ് ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് ലൈവ് ഇടാത്തതെന്ന് അറിയോ ഗൈസ്? ഈ സാധനം ഞാൻ എടുത്തിട്ട് റേസ് മോഡിൽ കയറി ഞാൻ റേസ് ചെയ്തപ്പോഴത്തേക്കിന് ഞാൻ ഒരു ലാപ്പ് കഴിയുമ്പം എന്റെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് മൂന്നാമത്തെ ലാപ്പിലാണ് പോണത്. മനസ്സിലായോ? എങ്ങനെയാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടും അവൻ മൂന്നാമത്തെ ലാപ്പിലാണ് കയറുന്നത്. ഞാൻ അവനെ ഓവർടേക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഒന്നാമതായെന്ന്. പക്ഷേ പിന്നെയാണ് ലാസ്റ്റിലാണ് മനസ്സിലാവണത് അവൻ 4 ലാപ്പും കഴിഞ്ഞ് വന്നതാണ്. ഞാൻ ഒരു ലാപ്പിൽ ഇരിക്കത്തേ ഉള്ളൂ. ഇത് ഗെയിമാണ്, പിന്നെ ഇത് ഗെയിമാണ്. F1 ഒന്ന് തുടങ്ങിയ പോലെയല്ല ജോക്കി. കളിക്കാൻ അറിയണം എടാ. നീയേ ഏതേലും കഫേലൊക്കെ പോയിട്ട് ഈ സിമുലേറ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാണുമ്പോ എന്താ തിരിക്കുക, മറിക്കുക, ഗിയറിടുക, ക്ലച്ച് ഔട്ടുക, ആക്സിലേറ്റർ ഔട്ടുക, ഭയങ്കര എളുപ്പമാ. കളിച്ച് നോക്കണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. അസറ്റ് ഒക്കെ ഒന്ന് കളിക്കണം കേട്ടാ. നല്ല പവറാണ്. ഇത് ഗെയിമാ, ഇത് ഗെയിമല്ല, ഇത് ഗെയിമാണ്. F1 ഗെയിമാ. ഇത് ഒറിജിനൽ ഒന്നുമല്ല, ഇത് ഗെയിമാ. ഇത് എന്റെ കിടപ്പുണ്ട് ഈ കളി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ആ ഗെയിം നിങ്ങൾ കാണുന്നത്. ഇപ്പൊ F1 25 ഇതാണ് ഗെയിം. എന്റെ മറ്റേ PC-യിൽ ഇൻസ്റ്റാൾഡാ. ഇത് ഗെയിമാണ്. ഇത് 63 മിനിറ്റ്സ് പ്ലേ ടൈം കണ്ട. 63 മിനിറ്റ് ഗ്രൈൻഡ് ഒക്കെ ചെയ്ത് ഓർമ്മയുണ്ടോ അണ്ണാ? പണ്ടൊക്കെ എന്തൊരു രസമായിരുന്നു. KVA ഒരടി അടിക്കുന്നു, TVA 2 കൊടുക്കുന്നു, KVA 3 കൊടുക്കുന്നു, വിളിക്കുന്നു. അതെ, രാത്രി പിന്നെ ഉറക്കല്ലാതെ ജോക്കിക്ക് ആ സമയത്ത് ഭയങ്കര രസമായിരുന്നു കാണും. പക്ഷെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എനിക്കും പ്രാവോയ്ക്കും സുഖമേ ഇല്ലായിരുന്നു. സുഖമേ. ഓഹോ ചെറുതായിട്ടാ അപ്പൊ അങ്ങനെ നടന്നതല്ലേ? എവിടെ പുള്ളി പോയോ? എനിക്ക് ഉറക്കമില്ല. ഓരോരുത്തർക്ക് പോയി സംസാരിക്കുന്നു. ഇവിടെ ആർക്കൊരു വലിയ ജീവിതമായിരുന്നു കേട്ടോ. അതെ അതെ. ഇത് പ്രശ്നമാക്കാനുള്ള വീഡിയോ ആണത്. ആ പ്രശ്നമാവേ. പണ്ടത്തെ കണക്കൊരു KVA വേഴ്സസ് TVAയോ. ഇതില് KVA ജയിക്കുന്ന ഒരു ക്ലിപ്പ് പോലും ആരും ആഡ് ചെയ്തിട്ടില്ല. ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാലോ? കള്ള ഇടക്കൂടെ അണ്ണാ ഓർമ്മയുണ്ടോ? മാംഗോ അല്ല മാങ്ങാണ്ടി. അതാ എന്റെ ഓർമ്മ. ടീഷർട്ടിൽ ട്രൈ ചെയ്ത കണ്ടിട്ട് ഫീഡ്ബാക്ക് പറയാനേ.
മഹാദേവനാണ്. ഓ നൈസല്ലേ എടാ ഇന്ന് രണ്ടിന്റെ ഉറക്കമുണ്ടോടാ? ആ MRC KVയുടെയും TVയുടെയും T47 KVക്ക് ഓപ്പോസിറ്റ് ആരാ? ഇത് ബോക്സിംഗ് മെയിൻ അല്ലേ? ആ അവൻ തന്നെ. എന്തൊക്കെ കാണണം. ബ്രാവോ ലൈവ് ആണോ? നല്ല കരുത്തല്ലേ? ഈ ഒരു കാര്യത്തിൽ മാത്രം അവന്റെ കൺസിസ്റ്റൻസി ഹാർഡ് വർക്ക് ഞാൻ ഒന്നും കളിയാക്കാൻ പോലും പറയത്തില്ല. എടാ കണ്ണാപ്പി തീട്ടവേ, എടാ നീ കൊറേ മാസമായിട്ട് നീ ഉണ്ടാക്കുന്നുണ്ടല്ലോടാ. നീ ലൈവ് വരുമ്പോ എന്തോ ഡയറ്റ് കാഷ്യൂനട്ട് അണ്ടി തിന്നുന്നു എന്നൊക്കെയാണല്ലോ നീ പറയുന്നത്. എടാ നിനക്ക് എന്തുണ്ട്? നീ മറ്റേ മേടിച്ച മറ്റേ ഇതെന്തി അരിപ്പൊടി ഉണ്ടാക്കണ മറ്റേ പ്രോട്ടീൻ പൗഡർ വെച്ചിട്ട്? തീർന്നായിരുന്നു. ഓ തീർന്നായിരുന്നു. എടാ നിനക്ക് എന്ത് മാറ്റോ? നീ ഒന്ന് പറഞ്ഞു കളിയാ. നിനക്ക് എന്ത് മാറ്റോ കണ്ണാപ്പി? നിനക്ക് എന്ത്? നീ എന്നിട്ടാ 80 കിലോയായി. Wow, nice. That's cool. That's nice. ബൾക്കിങ് കുറച്ചുകൂടെ മസിൽ വെക്കാനായിട്ട്. നിങ്ങൾ എത്ര വർഷമായിട്ട് കേൾക്കുന്നുണ്ട് ഇവൻ ഇതിന് പോകണുണ്ട്, മറ്റേ അതിന് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്, മറ്റേ ഇവൻ ഡയറ്റ് ഫുഡ് മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞുള്ളത് ഇവൻ എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട് ഇവൻ. എന്നിട്ട് ഇതിനൊക്കെ എന്ത് മാറ്റം ഉള്ളത് നിനക്ക്? അണ്ണ 3 മാസം കഴിഞ്ഞ അണ്ണ എഴുതി വെച്ചോ, 3 മാസം കഴിഞ്ഞ അണ്ണ ഇതുപോലൊരു വീഡിയോ എന്റെ റിയാക്ട് ചെയ്തിരിക്കും. എല്ലാരും ഒന്ന് നോട്ട് ചെയ്തോ. അതുപോലെ ഞാൻ പറയാം, തല മൊട്ടയടിച്ച് ഇല്ലെങ്കിൽ 3 മാസം, അതായത് ഇന്ന് ഡേറ്റ് എത്ര കറക്റ്റ്? 2/5/2026. അപ്പൊ 2/8/2026 ഇവൻ പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇല്ലെങ്കിൽ TVക്ക് പുറത്താണ് കണ്ണാപ്പി. ഇത് എന്റെ വാക്ക്. വീഡിയോ കാണുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം സംസാരിച്ചിട്ട് പോയാലോ? എന്താണ്? ചെന്നൈ ജയിച്ചു. എന്തിനാണ് വെറുതെ? ചെന്നൈ ജയിച്ചു ബ്രോ. അത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. വിഷമം ഉണ്ടാവും ബ്രോ, വിഷമം ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ. ലൈവ് ഒക്കെ കണ്ട് ചില്ലായിട്ട് ഇരിക്കുക. ഇറ്റ്സ് ഓക്കെ. വിഷമം ഉണ്ടാവും. ഞാൻ പോയിന്റ് ടേബിൾ കൂടെ ഒന്ന് നോക്കിക്കോട്ടെ IPLന്റെ. ആരെങ്ങനെയൊക്കെ പറഞ്ഞ കളിയാക്കി? ആരും കളിയാക്കിയൊന്നും തോന്നല്ലേ പ്രാവശ്യം? എടാ ഇന്ന് മുംബൈ എങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നിന്റെ വായ്ത്താളം ഇതൊന്നും ആയിരിക്കത്തില്ല, മനസ്സിലായ? അല്ല നമ്മളങ്ങനെ പറയാ. ജയിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. 8-3 7ാം സ്ഥാനത്ത്. ഓക്കെ, അപ്പൊ 10-6. ഇതെന്തായാലും ക്വാളിഫൈ ആവുമല്ലോ. അപ്പൊ RCBയോ പഞ്ചാബോ SRHോ ആരെങ്കിലും കൊണ്ടുപോകും. അപ്പൊ ഇനി നോക്കിയിരുന്നിട്ട് അധികം ബാസ് അടിച്ചിട്ട് കാര്യമില്ല. ക്വാളിഫൈ ആവുന്നത് പോലും അറിയത്തില്ല. എന്റെ 6ാമതും. പിന്നെ മുംബൈ ഫാൻസിന് ഒരു വിഷമം ഉണ്ടാവും. എന്നാലും ഞാൻ പറയാണ്, മുംബൈ എന്തായാലും കയറാൻ പോണില്ല. നീ 6 മാച്ചുകളേ ഉള്ളൂ. മനസ്സിലായത് കയറാൻ പോകുള്ളൂ. നീയൊക്കെ ഒരു മുംബൈ ഫാനുള്ള ഒരു ടീമിന് ഡൗൺ വരുമ്പോ കൂടെ നിൽക്കണം. കൂടെ. ഞങ്ങളാരും CSK കയറി താത്തി പറയൂല, മനസ്സിലായ? ലോയൽ ഫാൻസാ. അതൊക്കെ RCB ഫാൻസിനെ കണ്ടുപഠിക്കണം. അത്രയും വർഷം ജയിക്കാതിരുന്നിട്ട് പോലും അവരുടെ മാസടിക്ക് ഒരു കുറവും ഇല്ലായിരുന്നു, മനസ്സിലായ? അതൊക്കെയാണ് ലോയൽ ഫാൻസ് എന്ന് പറയുന്നത്. എല്ലാരും ചില്ല അവിടെ. അപ്പോ ഇത് വരച്ചാണോ ഇവൻ? കൊള്ളാല്ലേ? ബ്രോ അടിപൊളി. വരച്ചാണെങ്കിൽ അടിപൊളി. അണ്ണാ
അയ്യോ അയ്യോ തീ 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 അയ്യോ അയ്യോ തീ. ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര പ്രശ്നം ഇപ്പൊ അതെ 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 എടാ ഇതൊക്കെ MRC-ക്കാര് കണ്ടുണ്ടല്ലോ ബ്രാവോ. അടുത്ത മോണ്ടേജ് ചെയ്താ അബദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാ നിന്നെ മറ്റേ ഇതിനകത്തിട്ടിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. തീ തീ അയ്യോ അയ്യോ തീ അയ്യോ 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 തീ അയ്യോ തീ. അപ്പാപ്പനെ കത്തിക്കുന്ന വരും അപ്പാപ്പനെ കത്തിക്കുന്ന അവിടെ ഒരു ഇത് വരും. അയ്യോ വീട് പോയിട്ട് അയ്യോ തീ ഉറപ്പാണ്. എവിടെ 5-6 hours എടുത്ത് എല്ലാ ക്ലിപ്പും കണ്ടുപിടിച്ച് വെട്ടി കയറ്റി ചെയ്യാൻ ഓപ്യു ലൈക്ക് ഇറ്റ്. അപ്പൊ അപ്പാപ്പനോട് പോയി കുഞ്ഞിരിക്കാൻ പറഞ്ഞു. സീരിയസ് ആയിട്ട് എടുക്കല്ലേ. കറണ്ട് വരുമ്പോ പറയടാ കുഴിഞ്ഞിരിട്ടാ. അല്ല ഇത് ചില ചന്തയിൽ ബ്രെയിനുള്ള ഫാൻസ് പറയുന്നുണ്ട് ഇത് അപ്പാപ്പനോടല്ല എന്നോടാണ് പറഞ്ഞതെന്ന്. അതുകൊണ്ട് അത് കൺവേർട്ട് ആക്കിയെന്ന്. ഇനി എന്നോട് പറഞ്ഞാലും ഇതിനേക്കാളും അടിയേ നിങ്ങൾക്ക് കിട്ടാൻ പോണുള്ളൂ. മനസ്സിലായോ? എന്നോട് പറഞ്ഞാലും ഈ സെയിം അടിയേ കിട്ടാനുള്ളൂ. അങ്ങനെ വിചാരിച്ചാ മതി. ഇല്ല ചോക്കിയില്ല, ഞാൻ ഉണ്ടാവും. എന്നോടാണെങ്കിലും ആ സെയിം ഈ അടി തന്നെ കിട്ടുള്ളൂ. വേറെ വ്യത്യാസമൊന്നും അതിൽ വരാൻ പോണില്ല. മേടിച്ചിട്ടുണ്ട്. എന്താ അത് ഈകൾ അങ്ങോട്ട് പോയി പറഞ്ഞിട്ടല്ലേ കറണ്ട് കാര്യം പറഞ്ഞ് മോക്ക് ചെയ്താൽ എന്താ മോക്ക് ചെയ്താൽ കുനിഞ്ഞിരിക്കാൻ പറയോ? നീ സിറ്റുവേഷൻ എടുക്കാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം. എടാ ബ്രോ, നിങ്ങളുടെ ഒരു ബ്ലൈൻഡ് ഒരു ബ്ലൈൻഡഡ് ആയിട്ട് ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ കേൾക്കരുത്. ഞാൻ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്ക്. സിറ്റിയിൽ സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വല്ല ക്ലബ്ബ് വല്ലതും ആവും ബ്രോ. ആൾക്കാർ പറയുന്ന കൊണ കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ ക്ലബ്ബ് ആവ്. മനസ്സിലാവണില്ലേ പറയണേ? സിറ്റി ആകുമ്പോൾ കുണയ്ക്കാം. അപ്പൊ തിരിച്ച് കുണയ്ക്കുമ്പോൾ അടിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം ഇതായാൽ മതി. ഞാൻ കുണച്ചതാണെന്ന് വിചാരിച്ചോ ബ്രോ? അങ്ങനെ തന്നെ വിചാരിച്ചോ? ഞാൻ കുണച്ചതാ, പുള്ളിയോട് കുണച്ചതാ. എനിക്ക് അവൻ്റെ വർത്താനം കേൾപ്പിയപ്പോൾ എനിക്ക് ഇതാക്കിയില്ല, അതുകൊണ്ട് ഞാൻ കുണച്ച്. അതിനിപ്പോൾ എന്താ തെറ്റ്? അത് പുള്ളി തിരിച്ച് പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾ തിരിച്ചുള്ള ആക്ഷനല്ലേ നമ്മളവിടെ ചെയ്തേ. ചില്ലാവ് അവനെ കൊണ്ട് കുനിച്ചു നിർത്തുക. ഞാൻ ഇനി അപ്പം അത് പറയരുതേ. അവനെ ഞാൻ കൊണ്ട് നിർത്തും. കേക്കാവടാ എടാ, ഇവന്മാരെ സിറ്റിയിലുണ്ടോ നോക്കിയടാ ഒന്ന്. ഈ കണ്ടികൾ MRC കണ്ടികൾ സിറ്റിയിലുണ്ടോ നോക്ക്. ഇതിന്റെയൊക്കെ കൊണ ഏതെങ്കിലും അപ്പികൾ എടുത്ത് മതി. നമ്മുടെ അടുത്ത് വന്ന് കൊണ അടിച്ചോണ്ടല്ലോ പിടിച്ച് ആദ്യം ആദ്യത്തെ റൗണ്ട് പൊട്ടിച്ചില്ലേ, അതുപോലെ പിടിച്ചുകൊണ്ട് കൊണ്ട് നിർത്തും. ഇതിന്റെ കൊണയൊക്കെ ഏതെങ്കിലും അപ്പി ഗ്യാങ്ങിന്റെ അടുത്ത് മതി. നമ്മുടെ ഗ്യാങ്ങില് പ്രത്യേകിച്ച് കോഹ്ലിയുടെയും ഇതിനൊക്കെ പറഞ്ഞുണ്ടല്ലോ, പിടിച്ചുകൊണ്ട് നീ പറഞ്ഞ വാക്ക് അതേപോലെ നമ്മൾ പിടിച്ചുകൊണ്ട് നിർത്തും. ഞാൻ നമ്മുടെ പിള്ളേർക്കൊന്ന് കയറാൻ പറഞ്ഞു. കണ്ണാപ്പി ഇട്ട് കൊടുത്താൽ പോരെ? കണ്ണാപ്പി ഇറക്ക്. ആ കണ്ണാപ്പി അങ്ങ് ഇറക്കി വിട്. അണ്ണാ കോൾ കണ്ണാപ്പി. എല്ലാം കൊടുക്കണം. ബോംബെ രാജമ്മ വരാൻ സമയമായി. കുറുപ്പ് കരിമീനെ ഡൗൺ ആക്കിയിരിക്കുന്നു, ബ്രൂസിനെ ഡൗൺ ആക്കിയിരിക്കുന്നു. നീലൻ ഒരു ടീമിനെ തന്നെ അടിച്ചിട്ടിരിക്കുന്നു. ജുഗുറു സൈഡിൽ കൂടെ കയറി വന്ന് ജുഗുറു ബാക്ക് സ്റ്റാബ് ചെയ്ത് ഷെർലോക്കിനെ എടുത്തിരിക്കുന്നു. എന്തൊരു അടിയല്ലേ അതൊക്കെ. ഞാൻ കുറച്ച് റേഞ്ചിലായി പോയി. ഞാൻ കൂളാണ്. ഷിബു 1 HP രക്ഷപ്പെട്ടാ. ഒരു ചില്ലില്ല. ഒരു പുണ്ടച്ചോന് മോത്തിൽ വിടുന്നു. അങ്ങനെ കുഴിഞ്ഞിരിട്ടാ. സോറി TV അറിയാതെ ആ
താങ്കൾ കുഴിഞ്ഞിരിട്ടാ ശരി. അല്ല എന്ത് പറ്റി? ഇതിനു മുമ്പ് ഒരുത്തം കഴിയാൻ എന്തായാലും ഇല്ലിപ്പം. അതുപോലെ നിനക്കും അങ്ങനെ തന്നെ ഒരു ഗതി വരട്ടെ എന്ന് നമുക്ക് ആലോചിക്കാം. നീ കഴിയ തുടങ്ങും. അല്ല പക്ഷേ സിറ്റിയിൽ ഒരു AP ഉള്ളൂ. അത് TV അപ്പാപ്പൻ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി നോക്കിയാ മതി. മണിയൊക്കെ നിന്റെ അയ്യോ വരവീഡിയോ കുറച്ച് ഓ ഇത് വിഷയമാണ്. രണ്ടുപേരുടെ മാറ്റല്ലേ കാരണം വാഴയിലെ ബിജുക്കുട്ടനെ ചേട്ടനെ വരച്ചതാണ്. വാഴയിലെ ബിജുക്കുട്ടനെ ഞാൻ വാഴയിൽ വരച്ചത് വിചാരിച്ചായിരുന്നു. മറ്റേ കണ്ണുവരെ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, പ്രശ്നക്കാരനാണേ. ഭയങ്കര ഒരു ജീവനുള്ള പോലെ പോയി. എന്റെ അമ്മോ, ഇതാരാ? ഹരികൃഷ്ണന്റെ ആണിത്. പക്ഷെ അവന്റെ ലോഗോ പോലെ ഉണ്ടല്ലോ പെട്ടെന്ന്. നൈസ് ബ്രോ, അടിപൊളി 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 അടിപൊളി. What he can do with the RC cars? പറയണില്ല, ഒന്നാമത് ലോറെ പോയി വണ്ടിയാണ്. കൊള്ളാലേ? Turn off the GPS. I know exactly where I am. Oh, fuck! മുതുക്ക്. ഒതുക്കോ എവിടെ? ഇത് ഏയാണ് ഈ ക്ലിപ്പ്? ഇത് ശരിക്കും ഉണ്ടോ ഇങ്ങനെ സ്ഥലം? ആണല്ലേ? അവിടെ മുതുക്കി പോയി ഫോട്ടോ എടുക്കണം കേട്ടോ. അല്ലല്ല, ഇന്ന് സ്ലോട്ട് മാറ്റിയിടാൻ പറ്റില്ല അല്ലേ? എന്ന് മാറ്റിയിടാം. എത്ര മണി വരെ ഇടാം? നാളെ വൈകിട്ട് 6 മണി വരെ ഇടാം. വൈകിട്ട് 6 മണി വരെ ഇടാം അല്ലേ? ഞാൻ അന്ന് സ്ലോട്ട് മാറ്റിയിടുന്നുണ്ട്. ജോക്കിയെ തൊടാൻ ധൈര്യമുള്ളവനൊക്കെ തൊട് സിറ്റിക്കകത്ത്. ടർഫ് നാളത്തേക്ക് മാറ്റിയോ? അത് എന്താന്നറിയോ, CFX ഡൗൺ ആണ്. അപ്പൊ നമുക്ക് സെർവർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, കീ എടുക്കത്തില്ല. അടിച്ചു പൊട്ടിച്ചേട്ടോ, PC അടിച്ചു പൊട്ടിച്ചു. തല്ലിപ്പോയി. നോക്കട്ടെ, 4 ലക്ഷം രൂപയുടെ PC അടിച്ചു പൊട്ടിച്ചു. ഹലോ ഹലോ, സെർവർ പണിത് വെച്ചിരിക്കണം. ചെറുതായിട്ട് പൈസ കൊടുക്കാൻ മറന്നു പോയിട്ടല്ലേ? മെയിൻ സെർവർ എനിക്ക് കയറാൻ പറ്റില്ലല്ലോ. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കയറാൻ ട്രൈ ചെയ്ത് നോക്കാം.